മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണിലൂടെ അഭിനയിക്കാൻ പറ്റുന്നുള്ളൊരു സംഭവം, ആ കരച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു ആക്ടറിന്റെ അടുത്ത് നിന്ന് എങ്ങനെ പോയിട്ട് ഞാൻ കണ്ടു. ബിജു മേനോൻ അയ്യപ്പനും കോശിക്ക് ശേഷം വീണ്ടും ഒരു ന്യൂ ക്ലാസ് അദ്ദേഹം ചെയ്യില്ല. ഗരുഡൻ വാസ് ഓൾസോ എ സ്റ്റോറി അബൌട്ട് സോർട്ട് ഓഫ്. അതും കണ്ടിട്ടില്ല അല്ലേ? ഐ ആം സോ സോറി, ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, കാണണം. ഒരു പ്രശ്നം എന്നെ ഇൻഫാക്ട് എനിക്ക് ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിൽ പറയുന്നത്. ഫസ്റ്റ് ലുക്ക് ടീസർ വന്ന സമയത്ത് ആ ടീസറിന്റെ ഇടയിൽ മാസ്കിൽ എന്നെ കണ്ടിട്ട് മലയാളികൾ എന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അപ്രിസിയേഷൻ ആണ്. മാത്രം തിരിച്ചറിയും ഈ ക്യാരക്ടറാണ്. അപ്പൊ അല്ലല്ല, അത് മമ്മൂട്ടിയാണ്. ഹായ്, ദിസ് ഈസ് ആസിഫ് അലി. Alright, 15 years of experience in the industry. ഞാൻ ഐ തിങ്ക് അപൂർവരാഗം തൊട്ട് ആസിഫിനെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. മലയാളി മനസ്സിൽ he's got a complete spot in it. I call him the king of versatility. Oh man. Seriously, in my eyes, yes, he's the king. He has everything in him. And lately, you've been exploring a lot of character roles as well. Exclusive interview to Dilse 90.8 FM. Thank you so much for joining me, Asif. Hi, this is Asif Ali. അറിയാം, എല്ലാവർക്കും അറിയാം. You know, I want to start off with Thalavan, in fact. Thalavan cinema promotions ഭാഗമായിട്ടാണ് in fact Asif ഇവിടെ എത്തിയിരിക്കുന്നത്. There's this one clipping of yours that I saw actually, where you were actually crying. അതായത് റിവ്യൂസ് ചോദിക്കാൻ വന്ന ചേട്ടന്മാരോട്, ഐ മീൻ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, കൊല്ലത്തിൽ 4-5 സിനിമകൾ മിനിമം ഡെലിവറി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. ഈസിലി. സോ വാട്ട് അബൌട്ട് Thalavan actually made you cry? എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ഫീൽ ചെയ്യും വെൻ യു നോ പീപ്പിൾ അറൗണ്ട് മീ, നോട്ട് എക്സാക്ട്ലി പീപ്പിൾ അറൗണ്ട് മീ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ പബ്ലിക്കിൽ പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ ഈ സോ കോൾഡ് ഫാൻ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന എല്ലാവരും എനിക്ക് തരുന്ന ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. ആ കൺസിഡറേഷൻ എനിക്കൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവരും എല്ലാം കഴിഞ്ഞ് ഇപ്പം ആരുടെ ഫാനാണ്, ആർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും എന്നോടൊരു കുഞ്ഞ് ഇഷ്ടം ഉണ്ടെന്ന് ഞാൻ പല സമയത്തും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം പല അവസരങ്ങളിലും ആൾക്കാർ എന്നോട് ഒരു മയവും കൂടാതെ ചോദിക്കാറുണ്ട്, ആസിഫ എന്നാണ് ഒരു നല്ല സിനിമ ചെയ്യാൻ. അതെ, അതാണ്. അപ്പം ഞാൻ ആ ഒരു നല്ല സിനിമ ചെയ്തു ആളുകൾക്ക്. ഇപ്പം ഞാൻ ആ സിനിമ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന്, ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടിയ ഒരു റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസിൽ എനിക്ക് ഐ ഗോട്ട് എ ലിറ്റിൽ ഓവർവെൽംഡ്. അപ്പം അതിൽ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അത്. നമ്മൾ ഈ നല്ലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് ഫേസ് ചെയ്യില്ല, ഇതാ നിങ്ങൾ ചോദിച്ചൊരു സിനിമ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ പോയി കാണൂ എന്ന് പറയുന്ന ഒരു അവസരത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയതാണ്. ഇല്ല, പൊതുവെ ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. എനിവേസ്, കമ്മിങ് ബാക്ക്, ഇപ്പോൾ ജിസ്ജോയ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വാട്ട് ഐ നോട്ടീസ്ഡ് ഈസ് 6 സിനിമകൾ എനിക്ക് തോന്നുന്നു ജിസ്ജോയ് സംവിധാനം ചെയ്തിട്ടുണ്ട്. 6ലും ആസിഫ് ഉണ്ട്. ആസിഫ് ആണോ ജിസ്ജോയുടെ? മോഹൻ കുമാർ ഒരു ഗസ്റ്റ് റോൾ ആയിരുന്നു. ആസിഫ് ആണോ ആക്ച്വലി ജിസ്ജോയുടെ ലക്കി ചാം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദാറ്റ് കണക്ഷൻ ബിറ്റ്വീൻ യു ഗൈസ്? ഞാനിപ്പം ഞാൻ അധികവും സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം, എൻ്റെ സുഹൃത്ത് യു നോ പീപ്പിൾ അറൗണ്ട് മീ, നോട്ട് എക്സാക്ട്ലി പീപ്പിൾ അറൗണ്ട് മീ, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അത് ഇപ്പം ഒരു പുതിയ ആൾ വന്ന് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞ് എനിക്കത് ഓക്കെ ആയി, അത് സിനിമ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ച കഴിഞ്ഞാൽ ഐ മേക്ക് ഷുവർ ഞാൻ ലൊക്കേഷനിൽ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഞാൻ കുറേ സമയം അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അപ്പം അത് സ്ക്രിപ്റ്റിലാണെങ്കിലും അല്ലെങ്കിലും ലൈക്ക് ഒരു ഒഫീഷ്യലാണെങ്കിലും അൺഒഫീഷ്യലാണെങ്കിലും ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞാനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഞങ്ങളെ രണ്ടുപേരെ എത്തിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഞങ്ങൾക്കുള്ള ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വരും. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് വന്നതിന് ശേഷം സിനിമ ചെയ്യാനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഈസിനെസ് ഉണ്ട്. അപ്പോൾ ഏത് സംവിധായകന്റെ കൂടെ ചെയ്താലും ഏത് സിനിമ ചെയ്താലും അതിൻ്റെ അകത്തൊരു ഫ്രണ്ട്ഷിപ്പിന് ഒരു വലിയ ഫാക്ടർ എനിക്കുണ്ട്. പിന്നെ ജിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബൈസൈക്കിൾ തീവ്സിന്റെ കഥ പറയാൻ വരുമ്പോഴാണ് ജിസിനെ ഞാൻ ആദ്യമായിട്ട് അടുത്തറിയുന്നത്. ജിസ് ജോയിനെ എനിക്ക് അന്ന് ജിസ്മോനാണ്. ജിസിനെ എനിക്ക് അപ്പോൾ ഒരുപാട് മുന്നേ അറിയാം. ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയം മുതൽ ജിസ് ആങ്കറായിട്ടും ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടും അതെ അല്ലു അർജുന്റെ ഡബിങ്, അന്ന് അല്ലു അർജുൻ അല്ല ആരെ കിട്ടിയാലും ഡബ് ചെയ്യുന്ന ഒരവസ്ഥയിൽ ജിസ് ഉണ്ടായിരുന്നു.
അതുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റേജ് ഷോസ് ചെയ്യും, കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എനിക്കൊരു മലയാളി പ്രേക്ഷകൻ എന്നതിൽ എനിക്ക് ജിസ് ജോയിനെ അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് ബൈസിക്കിൾ ത്യൂസിന്റെ കഥ പറയാൻ വരുന്ന സമയത്താണ് ഞാൻ ജിസിനെ അടുത്തറിയുന്നത്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു നല്ല ഒരു കെമിസ്ട്രി, നമ്മൾ ഈ വൈബ് കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ വന്നു. പിന്നെ ഐ ഗെസ് ജിസ് ഇപ്പോൾ അടുത്താണ്, ഐ മീൻ ഹി ഈസ് ഓൾവേസ് നോൺ ഫോർ ദാറ്റ്, ആ ഒരു ഫീൽ ഗുഡ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ഇറങ്ങുന്ന ആ ഒരു ഫീലാണ് നമുക്ക് പൊതുവെ കിട്ടാറ്. ഐ ബിലീവ് ഇന്നലെ വരെ എന്ന സിനിമയ്ക്ക് ശേഷം അതിലും ഭയങ്കര ഒരു പ്രധാന വേഷം ആസിഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ റൈറ്റ് നൗ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ ഹൗ ഡു യു സീ ജിസിൻ്റെ ആ ഒരു പാറ്റേൺ ആസ് വെൽ സിൻസ് യു വർക്ക് വിത്ത് ഹിം ഇൻ ഓൾ ഫിലിംസ്? സി ജിസിനെ പേഴ്സണലി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഇതാണ്, എനിക്ക് ജിസിനെ ഏറ്റവും ഞാൻ ജിസിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതിൻ്റെ കാരണം ജിസ് ഒരു ഭയങ്കര നല്ല ഹ്യൂമൻ ബീങ് ആണ്. ആളുകളോട് ഞാൻ ജിസിനെ ഒരുപാട് കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജിസിനെ ഞാൻ ഒരുപാട് എന്താ പറയുക, ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. ജിസ് ആളുകളോട് സംസാരിക്കുന്ന രീതി, ജിസ് ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതി. അപ്പം അങ്ങനെ ജിസ് ജോയ് എന്ന് പറഞ്ഞൊരു ഹ്യൂമൻ ബീങ്ങിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇത്രയും സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ വളരെ അടുത്ത് ഒരു റിലേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ് എൻ്റെ. ഇപ്പം എൻ്റെ ഒരു എവറിഡേ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും എനിക്ക് ജിസിനോട് അഭിപ്രായം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം വരെയുണ്ട്. അപ്പൊ അങ്ങനെ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ അപ്പൊ ജിസിനെ അറിയാവുന്നത് കൊണ്ടും ഞാൻ പറഞ്ഞില്ലേ, ജിസ് സംസാരിക്കുന്ന രീതിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കുക ജിസ് ജോയ് ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ വരെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു ആ സിനിമ. ഐ മീൻ യെസ് പീപ്പിൾ ഡിഡ് വാച്ച് ഇറ്റ്, പക്ഷേ ഒന്നും കൂടെ ഒരു ഇത് കിട്ടണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെരി വെൽ ക്രാഫ്റ്റഡ് ആസ് എ മൂവി. ഇന്നലെ വരെ നമ്മൾ ഭയങ്കര ലിമിറ്റേഷനിൽ ചെയ്തതാണ്. ആ സമയത്ത് കോവിഡ് ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഈ ലോക്ക്ഡൌണിന്റെ ഇടയിൽ ചാക്കോച്ചൻ കുഞ്ചാക്കോ ബോബൻ വിളിക്കുന്ന ഒരു ഫോൺ കോൾ എന്നാണ് അതിന്റെ ഒരു തോട്ട് വരുന്നത്. അത് ബോബി സഞ്ജയ് എടുത്ത് സംസാരിക്കുകയും അവര് അതിന് വർക്ക് ചെയ്യുകയും അതിലേക്ക് ജസ്റ്റ് ലാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നത്. അത് വളരെ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജിസ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അസി എനിക്കൊരു തോട്ട് കിട്ടിയിട്ടുണ്ട്, 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വന്ന് എൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ജിസിനോട് ചോദിച്ചു, ഞാൻ ട്രിവാൻഡ്രത്താണ് ഉള്ളത്, ഞാൻ ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടേ കൊച്ചിയിലേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ജിസ് കുഴപ്പമില്ലടാ, ഞാൻ ഫ്രീ ആണ്, നമ്മളൊരു ഡ്രൈവ് ഒക്കെ പിടിക്കാന്നുള്ള പ്ലാനിലാണ്, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ചെന്നപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ജിസ് ജോയ് ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമയുടെ സ്ക്രിപ്റ്റ് പറയാൻ വരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കേൾക്കാനിരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞു തുടങ്ങി, ഇതിന്റെ സിനിമ കണ്ടവർക്ക് അറിയാം, അതിന്റെ ഒരു പർട്ടിക്കുലർ സീക്വൻസ് മുതൽ ഇത് തന്നെ ഹുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോർമലി ഒരു സ്ക്രിപ്റ്റ് നറേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് ഒക്കെ എടുത്ത് പയ്യൊരു ചായ കുടിച്ചിട്ടാണ് ബാക്കി കേൾക്കുക. ഇത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന്. ഞാനൊരു ഒറ്റ ഇരിപ്പിനാണ് ഫുൾ സ്ക്രിപ്റ്റ് കേട്ട് തീർത്തത്. അപ്പൊ ഞാൻ ജിസിനോടും ചോദിച്ചു, അളിയൻ ഇത് ചെയ്യാൻ ഓക്കെ ആണോ? എനിക്കറിയാവുന്ന ജിസ് ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്യുന്ന ആളാണ്, പക്ഷെ വളരെ കീനായിട്ട് സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ജിസിനെ നമ്മൾ ജിസിന്റെ സിനിമകൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ ഭയങ്കര ഡിഫറെന്റ് ആണ് ജിസ്. അപ്പം എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിസ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു, അപ്പം നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എഗെയിൻ സിനിമ ഞാൻ അന്ന് കേട്ടോ ഓക്കെ പറഞ്ഞ സ്ക്രിപ്റ്റിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഫൈനൽ സബ്ജക്റ്റിൽ വന്നിട്ടുള്ളത്. കാര്യം ഈ സിനിമ ത്രൂ ഔട്ട് ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സസ്പെൻസ് ത്രില്ലർ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സീൻ ഓർഡറിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തു പോയത്. അത് ഭയങ്കര റെയർ ആയിട്ടാണ് സിനിമകൾക്ക് സംഭവിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് പോയതുകൊണ്ട് ഒരുപാട് നമ്മൾ ഈ ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ എത്ര സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്താലും ലൊക്കേഷനിൽ വന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുഞ്ഞി നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ ഇംപ്രൂവൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഇംപ്രൂവൈസേഷന് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ നെക്സ്റ്റ് സീൻസ് ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു വന്ന് ഞാൻ ഇതിൻ്റെ ഫൈനൽ റിലീസിനൊരു 2 ആഴ്ച മുന്നേ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമ കാണുമ്പോൾ എന്നോട് പറഞ്ഞൊരു കഥയേ അല്ല.
But were you very happy with the output? പ്ലീസ് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം കാരണം നമ്മൾ കേട്ടത് വേറെ കണ്ടത് അതെ, അതിന്റെ ഒരു ബേസിക് സ്കെൽട്ടൺ, അതിന്റെ ഒരു സ്ട്രക്ചർ അത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എത്ര നമ്മൾ മനസ്സിലിട്ട് പ്ലാൻ ചെയ്താലും ഈ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നടന്നതിൽ നിന്ന് നമ്മൾ ലൊക്കേഷനിലെത്തി, ഇപ്പം എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ സംസാരിക്കുന്ന രീതി കണ്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് മാറ്റുമല്ലോ. അതുപോലെ തന്നെ ഓരോ ആക്ടേഴ്സിനനുസരിച്ച് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് സിനിമയുടെ സീക്വൻസസ് മാറും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ അടുത്ത സീൻസ് മാറും. അപ്പൊ അത് എനിക്ക് ഈ സിനിമ ഇപ്പൊ ആളുകൾ ഏറ്റെടുക്കാനുള്ള കാരണവും അതായിരുന്നു. ഈ സിനിമ എപ്പോഴും ഭയങ്കര ലൈവ് ആയിരുന്നു സിനിമ നമ്മൾ ഷൂട്ടിംഗ് ടൈമിലൊക്കെ. ആബ്സല്യൂട്ട്ലി. ഇനി കമ്മിങ് ബാക്ക് ടു തലവൻ, ആക്ച്വലി ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഈ അടുത്ത് നമ്മുടെ മലയാള സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അയ്യപ്പനും കോശിയും, അതുപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരം, കപ്പേള, ഇതുപോലത്തെ സിനിമകൾ ഇറ്റ്സ് ഓൾ അബൌട്ട് മെയിൽ ഈഗോ. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ദിസ് മെയിൽ ഈഗോ കോൺസെപ്റ്റ് ഇസ് റിയലി വർക്കിംഗ് ഔട്ട്. ഇറ്റ്സ് ഓൾ ഡൺ ഇൻ വെരി ഡിഫറെൻറ്റ് വേസ്. നിങ്ങൾ തമ്മിലും ഈ ഒരു സിനിമയിൽ SI CI ആ ഒരു ബന്ധമാണെന്നാണ് ഞാൻ ഐം സോ സോറി, ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, കാണണം. ഐ ഹാവ് ടു വാച്ച് ഇറ്റ്. ഐ ഹാഡ് എ വെരി ബിസി വീക്കെൻഡ്. ബട്ട് യെസ്, ഐ നോ അതിൻ്റെ ട്രെയിലറിനൊക്കെ ഇറ്റ്സ് വെരി വെരി എവിഡൻസ് ദാറ്റ് ഒരു CI SI നിങ്ങൾ തമ്മിലൊരു ക്ലാഷ് ഉണ്ട്, ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. അത് എങ്ങനെയാണ് നിങ്ങൾ അതിന് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ലൈക്ക് ബിക്കോസ് ഇപ്പോൾ ആൾക്കാർക്ക് അത് കണ്ട് ലൈക്ക് ഓക്കെ ദിസ് ഈസ് വർക്കിംഗ് ഔട്ട് എന്നുള്ളൊരു പാറ്റേണിലേക്ക് വന്നിട്ടുണ്ട്. ഡു യു തിങ്ക് ഇറ്റ് ഗെറ്റ് സ്റ്റേയ്ഡ് ആക്ച്വലി? ഈ സിനിമയിൽ നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ ടൈമിലൊക്കെ, ഐ മീൻ റിലീസിന് മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഇതൊരു ഈഗോ ക്ലാഷ് സിനിമയല്ല. ഇതിലിപ്പം പ്രത്യേകിച്ച് അയ്യപ്പനും കോശിക്കും ശേഷം ബീച്ചേട്ടന്റെ കൂടെ വേറൊരു ആക്ടറിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും ആ ഒരു ഫോർമാറ്റ് എന്നുള്ളത്. പക്ഷെ നമ്മൾ അത് വളരെ കൃത്യമായിട്ട് അത് ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് റിലീസിന് മുന്നേ നമ്മൾ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞു. പക്ഷെ റിലീസ് കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞ ആളുകൾക്കെല്ലാം മനസ്സിലായി ഇത് വരുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചറിന്റെ സെറ്റിംഗിൽ മാത്രമാണ് ഈ ഈഗോ ക്ലാഷ് വരുന്നുള്ളൂ. ഒബ്വിയസ്ലി 2 ഓഫീസേഴ്സ് വരുന്നു. ഈ ഓഫീസേഴ്സിനെ പറ്റിയിട്ടുള്ള അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഈഗോ ക്ലാഷ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് വൺസ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഇതൊരു ഡിഫറെന്റ് ജോണറിലുള്ള സിനിമയാണ്. അപ്പൊ അത് ഒരിക്കലും പിന്നെ അറിയാം, ബിജു മേനോൻ അയ്യപ്പനും കോശിക്ക് ശേഷം വീണ്ടും ഒരു ഈഗോ ക്ലാഷ് അദ്ദേഹം ചെയ്യില്ല. അതും കണ്ടിട്ടില്ല അല്ലേ? പക്ഷെ ചെറുതായിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. ഇതിലും ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ട് വരുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. കുറെ കൂടെ ജെനുവിൻ ആയിട്ടുള്ള നമ്മൾ ഈ കാണുന്ന ഒരു സൂപ്പർ കോപ്പ് ലെവലിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് പോകാതെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം കേരളത്തിൽ ഇതിന് കിട്ടുന്നൊരു നമുക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു റിസപ്ഷനാണ്. കാര്യം ആളുകൾ ഈ സിനിമയെ പറ്റി കാണുന്നതും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതും, ഇൻഫാക്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ റിലീസിന് ശേഷം ഇതിന് കിട്ടിയൊരു റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ കേരളത്തിലെ ഒരുപാട് തിയേറ്റേഴ്സിൽ പോയി ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്തു. നമ്മളൊരു നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകളെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യം, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ഇപ്പൊ ഞങ്ങൾ തിയേറ്റേഴ്സിൽ ചെല്ലുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇന്റർവെൽ ടൈമിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാതെ അവർക്ക് എന്താണെന്ന് അറിയണം, തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത് ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ആളുകൾക്ക് സിനിമയോടുള്ള ഒരു ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർ സിനിമയെ കാണുന്ന രീതിയാണ്. 100%. ആസിഫിന്റെ ഇപ്പം ഐ ഡോണ്ട് നോ ഇഫ് യു വുഡ് നോ, ദെൻ ആസിഫിന്റെ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പിംഗ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുരാഗ കരിക്കൻ വെള്ളം എന്ന സിനിമയിൽ there's a scene where you're getting slapped. ബിജു മേനൻ സ്ലാപ്പ് ചെയ്യുന്നത്, അത് ഫസ്റ്റ് എനിക്ക് അറിയാനുണ്ടായിരുന്നത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അടിച്ചിട്ടില്ല. ഞാൻ അതിന്റെ അടിയിലുള്ള കോമന്റ്സ് ഞാൻ വായിച്ചു നോക്കി. ആൻഡ് ഇറ്റ് വാസ് വെരി ജെനുവൻ കോമന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എല്ലാവരും പറഞ്ഞിരുന്നത് മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണിലൂടെ അഭിനയിക്കാൻ പറ്റുന്നുള്ളൊരു സംഭവം, ആ കരച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു ആക്ടറിന്റെ അടുത്തും എങ്ങനെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഐ സീൻ ദാറ്റ് ഇൻ ലാലേട്ടൻ ഫോർ ഷുവർ. ബട്ട് ആഫ്റ്റർ ദാറ്റ് സീരിയസ്ലി, കാരണം നമുക്ക് ആ ഒരു ചമ്മലോടെ അടി കിട്ടുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഐ മേക്ക് ഷുവർ എൻ്റെ കൂടെ ചെയ്യുന്ന ആൾ എൻ്റെ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ അതിനു മുന്നേ ഞാൻ ആക്കിയിരിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു
ഒരു സ്റ്റേജിൽ കയറി നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ആളുകളുടെ മുന്നിൽ ഡാൻസ് ചെയ്യുന്നതും റാൻഡം ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഡാൻസ് ചെയ്യുന്ന ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു 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 എന്താ പറയാ, നമ്മള് കോൺഷ്യസ് ആവാന്നല്ല, നമുക്ക് ഇൻഹിബിഷൻസ് കുറെ കൂടെ ഇല്ലാതാവുക എന്നൊക്കെ പറയില്ലേ, ഫ്രീ ആയിട്ട് അബ്സല്യൂട്ട്ലി. അപ്പൊ അത് എനിക്ക് എൻ്റെ സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ വേണമെന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിൽ ചെയ്തൊരു സിനിമയാണ് അനുരാഗ് കരിക്കുംവെള്ളം. ഞാൻ എൻ്റെ ഡയറക്ടർ റഹ്മാനും ഞാനുമായിട്ട് സപ്തമശ്രീ തസ്കരയിൽ അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അന്ന് മുതലുള്ളൊരു ബന്ധം എനിക്കുണ്ട്. ബീച്ചേട്ടനായിട്ട് ഞാൻ I was going to come to that actually. ബിജു ചേട്ടൻ ഇപ്പം മികച്ച താരജോഡികളായിട്ട് പിന്നെ ഓർഡിനറി എന്ന സിനിമയിൽ ഓർഡിനറി ചെയ്തു, കരിക്കംവെള്ളം ചെയ്തു, ഐ എം ടോണി ചെയ്തു, വെള്ളിമൂങ്ങയിൽ ഒരു ബ്രീഫ് ഒരു ചെറിയ സീനും കൂടി വെള്ളിമൂങ്ങ ചെയ്തു, കവി ഉദ്ദേശിച്ചത് ചെയ്തു, പകിട ചെയ്തു. അങ്ങനെ ബീച്ചേട്ടനായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബീച്ചേട്ടൻ എനിക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ട്. ഒരു ജൂനിയർ സീനിയറിനേക്കാളും അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സുഹൃത്തിനെ പോലെയാണ്. അപ്പൊ ആ ഒരു സ്പേസും അദ്ദേഹമായിട്ടുള്ള ഒരു ഈസിനെസ്സും ഒക്കെയാണ് ആ സീൻ ഭയങ്കര നോട്ടീസ് ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായി പ്രിപ്പയർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് അഭിനയിക്കുന്ന സമയത്ത് എവിടെയോ നമുക്ക് ഈ ദൈവം ഒരു തലോടൽ തരുമ എന്നൊക്കെ പറയുന്ന പോലെ സംഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പല സമയത്തും അടി കിട്ടുന്ന സീൻ ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ്. അതെ, അത്ര എത്തണം എന്നുള്ളൊരു ബെഞ്ച് മാർക്കിലേക്ക് എത്തി. ഐ പേഴ്സണലി ഐ എം വെരി ബിഗ് ഫാൻ ഓഫ് യോഴ്സ് ആക്ച്വലി. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സീനിൽ ഐ ഫെൽറ്റ് ലൈക്ക് നമുക്കൊക്കെ നമ്മുടെ അമ്മേൻ്റെ അടുത്ത് നിന്നും അച്ഛൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരു അടി കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന, പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇറ്റ്സ് എക്സാക്ട്ലി ഹൗ യു പുട്ട് ഇറ്റ് ഔട്ട്. ആ അടി കിട്ടുമ്പോൾ നമുക്ക് അറിയാം പെയിൻ അല്ല നമുക്ക് ഹർട്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി, ഇറ്റ്സ് ദാറ്റ് ഹോൾ ഫീലിംഗ് ഓഫ് ഇറ്റ്. പക്ഷേ ലൈക്ക് ഐ സെഡ്, സിൻസ് ഐ ആം എ ഫാൻ ഓഫ് യോഴ്സ്, ഓൺ എ വെരി പേഴ്സണൽ നോട്ട്, എനിക്ക് എന്തെങ്കിലും ആസിഫിനെ കാണുമ്പോൾ ചോദിക്കണം എന്നുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, യു ഹവ് ഡെലിവേർഡ് സം stupendous performances, especially recently. പക്ഷേ ആസിഫിന് കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ആസ് യുവർ ഫാൻ എനിക്ക് തോന്നി. ഹാസ് ദാറ്റ് റിയലി ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ് ആക്ച്വലി? നെവർ. എനിക്കിപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളാണ്. എനിക്ക് സിനിമയിലെത്തണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നോട് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് സിനിമയിൽ വന്നത് അത് ഞാൻ പറയില്ല. ഐ നെവർ ഹാഡ് എ പ്ലാൻ ബി. ഞാൻ സിനിമയിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ സിനിമയിൽ വരുന്ന എങ്ങനെയോ എൻ്റെ മനസ്സിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് പേടിയുണ്ട്. ഞാൻ എങ്ങനെയാണ്, എന്തൊരു ധൈര്യമാണ് ഞാൻ കാണിച്ചതെന്നുള്ള കാര്യം. എന്നെക്കാൾ ടാലന്റഡ് ആയിട്ടുള്ള, എന്നെക്കാൾ കാണാൻ സൗന്ദര്യമുള്ള ഒരുപാട് പേര് സിനിമയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഇത്രയും പ്രിവിലേജ് നമുക്ക് കിട്ടി, ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റി. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഈ അംഗീകാരം എന്ന് പറയുന്നത് ഇവരുടെ അല്ലേ, സിനിമ കാണുന്ന പ്രേക്ഷകരുടെ ഇഷ്ടമാണ്. അതെനിക്ക് കിട്ടുന്നുണ്ട് അഞ്ജന. എനിക്കത് ഭയങ്കര എന്താ പറയാ, അതെ അല്ലേ, ഇവിടെയുള്ള എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതും അതായിരുന്നു. ഒരു ആരെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും എന്നോടൊരു സ്പെഷ്യൽ ഇഷ്ടം എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് പല സിനിമകളും നല്ല സിനിമകൾ എപ്പോഴും ചെയ്യാൻ പറ്റണം എന്നില്ല, അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. സ്പെഷ്യലി എനിക്ക് ഇച്ചിരി എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. ഞാൻ ഒരുപാട് സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അഞ്ജൻ ചോദിച്ച പോലെ ഒരു വർഷത്തിൽ 4-5 സിനിമകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എൻ്റെ എക്സൈറ്റ്മെന്റിൽ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ ചിലതൊക്കെ ശരിയാവും, ചിലതൊക്കെ ശരിയാവില്ല എന്ന് പറയുന്ന പോലെ ചില സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അവർ അംഗീകരിക്കും. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും. ആസിഫിനെ ഐ തിങ്ക് ഐ വാച്ച്ഡ് ക്വൈറ്റ് എ ഫ്യൂ മൂവീസ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആസിഫിന് ഭയങ്കര ഒരു ക്യൂട്ട് ആ ഒരു ഫേസാണ്. ആൻഡ് സ്റ്റിൽ യു ഹവ് റിയലി ഹാൻഡിൽ ദീസ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വെരി വെൽ. എനിക്ക് സത്യം പറഞ്ഞാൽ അപൂർവരാഗം ഞാൻ വളരെ ചെറിയൊരു പ്രായത്തിലാണ് ഞാൻ കാണുന്നത്. ബട്ട് ദാറ്റ് മൂവി ആക്ച്വലി ടോട്ട് എ ലോട്ട് ഓഫ് ലെസൺസ് ആസ് വെൽ. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രോയിങ് കിഡ്സിനൊക്കെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വന്നൊരു സിനിമയായിരുന്നു. സോ യു ഡിഡ് ദാറ്റ് റോൾ ടോമി. അതുപോലെ തന്നെ ഗോവിന്ദ് എന്ന കഥാപാത്രം അങ്ങനെ വില്ലനല്ല, ഹീസ് ജസ്റ്റ് വെരി നെഗറ്റീവ് ഇൻ ജനറൽ. ആൻഡ് അതുപോലെ തന്നെ ഈവൻ ഓർഡിനറി എന്ന സിനിമയിലെ ഭദ്രൻ എന്ന കഥാപാത്രം. I have always wanted to see you as a proper villain. നമ്മൾ ഈ കീരിക്കാടൻ ജ്യൂസ് എന്നൊന്നും പറയുന്നത്, പക്ഷെ ഒരു വില്ലൻ കംപ്ലീറ്റ് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നെഗറ്റീവ് അല്ലാതെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട്
we've always wanted to see. ഞാൻ സിനിമകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്നെ അട്രാക്ട് ചെയ്യുന്നത് ഈ ക്യാരക്ടറിന്റെ ഷെയ്ഡ്സ് ആണ്. ഇപ്പൊ ഞാനൊരു ലീഡ് റോള് ചെയ്യണമെന്നോ ഈ സോക്കോൾഡ് ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നോ ഒന്നും അല്ല എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്തൊരു നരേഷൻ വരുമ്പോൾ എന്നെ അട്രാക്ട് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ആ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതില് ഹീറോ എന്നോ നെഗറ്റീവ് എന്നൊന്നും ഒന്നും അല്ല എനിക്ക് ഫീൽ ചെയ്യുക. ചിലപ്പം ഫോർ എക്സാമ്പിൾ ഗോവിന്ദ് ചെയ്യുമ്പോൾ ഈ ഉയരെ ചെയ്യുന്ന സമയത്ത് ഗോവിന്ദിലേക്ക് എനിക്ക് വന്നൊരു അട്രാക്ഷൻ ആ ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ ടോക്സിസിറ്റി അത് മുഴുവൻ അതെ നമുക്ക് എത്ര പേർക്ക് അറിയാല്ലേ. നമ്മൾ ഇപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നെങ്കിലും പോലും നമ്മളൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ആ സ്ക്രിപ്റ്റ് നറേഷൻ ടൈമിൽ എന്നെ അട്രാക്ട് ചെയ്തു. എങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി ആളുകൾ സംസാരിക്കാൻ ഈ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റിലൂടെ ഇത് ഗോവിന്ദിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആണത്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ പല്ലവിയേക്കാൾ ആളുകൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഞാൻ ഹോസ്റ്റലിലും ബോർഡിങ്ങിലും പഠിച്ച ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എക്സ്പീരിയൻസ് റിലേഷൻസിൽ ഈ ടോക്സിസിറ്റി വരുന്നത് ഒരു 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 പൊസസീവ്നെസ്സിന്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് ഇത്. അപ്പൊ അത് എനിക്ക് ഗോവിന്ദിൽ അട്രാക്റ്റഡ് ആയത് അങ്ങനെയായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു വില്ലൻ ചെയ്യാം, ഓക്കെ 5 സിനിമ ഹീറോ ആയിട്ട് ചെയ്തു, ഇനി ഒരു വില്ലൻ അങ്ങനെയല്ല. എനിക്ക് ക്യാരക്ടേഴ്സ് ആണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം ഐ തിങ്ക് എവറി സിംഗിൾ ആക്ടർ ദാറ്റ് ഐവ് സീൻ റീസെന്റ് എല്ലാവർക്കും മറ്റേ ബാക്കിൽ നിന്ന് 10 ബോംബ് പൊട്ടുന്നത് ചമ്മലാണ്. ഞാൻ ടാക്കിൾ ചെയ്യാത്ത ഇതുവരെ ഉള്ളൊരു കാര്യം അതാണ്. ഐ വാണ്ടഡ് ടു ആസ്ക് യു ദാറ്റ് ആക്ച്വലി എന്തുകൊണ്ട് ആ ഒരു സംഭവത്തിനെ പറ്റി ചിന്തിച്ചില്ല? കാരണം നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഇപ്പൊ ദുൽഖറിനെ പോലത്തെ ഒരാൾ മാസായിട്ട് കിങ് ഓഫ് കൊത്തയിൽ വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാസ് സെറ്റപ്പില് കംപ്ലീറ്റ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് 3 മണിക്കൂറുള്ള സിനിമകൾ ശരിക്കും നമുക്കൊരു 45-50 മിനിറ്റ്സ് കൊണ്ട് തീർക്കാം ആ സ്ലോ മോഷൻ ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ ഐ ഓൾവേസ് വാണ്ടഡ് ടു സീ യു ആസ് വെൽ ഇൻ ഇറ്റ്. പക്ഷേ എനിക്ക് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്നെ ഇൻഫാക്ട് ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിൽ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ എന്നെ പേഴ്സണലി നമ്മുടെ ചുറ്റും കാണുന്ന പല ആളുകളിൽ നിന്നാണ് നമുക്ക് ചില ക്യാരക്ടേഴ്സ് ഇൻസ്പയർഡ് ആവുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു പരിധി വരെ കുറേ ആളുകളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെ ഒരു അതർ ദാൻ മമ്മൂക്ക ലാലേട്ടൻ ഞാൻ അങ്ങനത്തെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ കണ്ടിട്ടില്ല. ഒരു ലാർജർ ദാൻ ലൈഫ് സ്പേസിൽ ജീവിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ടിക്കി ടാക്ക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇത് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. ചെറുതല്ല, വലിയ രീതിയിലുണ്ട്. ഇൻഫാക്ട് എന്റെ ഏറ്റവും എന്റെ കരിയറിലെ എല്ലാ സമയത്തും ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഒരു കംഫർട്ട് സോണിന് പുറത്ത് വന്നിട്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എപ്പോഴും അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കെട്ടികളാണ് എന്റെ മാലാക. ഒരിക്കലും ഞാനല്ല ശ്രീവാച്ചൻ, ശ്രീവാച്ചൻ എനിക്ക് ഒരിക്കലും ഞാനായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തവരാണ്. അയാളുടെ ലുക്ക് വൈസ് മുതൽ എനിക്ക് ആ പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴും പറയായിരുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നൊരു സമയം ശ്രീവാച്ചൻ ചെയ്തുകൊണ്ടിരിക്കുക. അറിയാം, എൻ്റെ വാർഡ്രോബിൽ ഒരു ഡ്രസ്സും എനിക്ക് ചേരാത്തൊരവസ്ഥയായിരുന്നു. എന്നെ ഒരു ഇനോഗ്രേഷൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് അപ്പിയറൻസ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വാർഡ്രോബ് ഇങ്ങനെ തുറന്ന് ഞാൻ എന്ത് ഇടും? കാര്യം ശ്രീവാച്ചൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ചേരുന്ന ഒന്നും എൻ്റെ കയ്യിൽ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ അതിന്ന് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന സമയത്തൊക്കെ എനിക്ക് ഈ പറയുന്ന പോലെ ആളുകൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കുന്ന ഒരു കാര്യം ടിക്കി ടാക്കയാണ്. കാര്യം അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. And you have another movie coming as well, Level Cross എന്ന സിനിമ. അതിന്റെ ടീസർ ഇന്നലെ റിലീസ് ആയത്. യെസ്, ഞാനും അമലയും ഷർഫും കൂടെ ചെയ്തു. അതിനെ പറ്റി ഒരു 2 വാക്ക്. How is that movie going to be? ലെവൽ ക്രോസ് ഒരു കാരണം അതിലും ആസിഫിനെ ഇന്നേ വരെ കാണാത്ത ഒരു രീതിയിൽ മണ്ണും പൊടിയൊക്കെ പിടിച്ചൊരു കോലത്തിലാണ് നമ്മൾ. അത് ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാനത് അതിന്റെ ജിത്തു ജോസഫ് സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. ഞാൻ കൂമൻ ചെയ്യുന്ന സമയത്ത് അർഫാസ് എന്നാണ് എൻ്റെ ഡയറക്ടറിന്റെ പേര്. അർഫാസ് ഒരു ഭയങ്കര കുറേ ഹിന്ദി സിനിമകളിലൊക്കെ അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അർഫാസ് ഇൻഫാക്ട് ബോംബെ നിന്നാണ് അർഫാസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ
വിചാരിച്ചിരുന്നത് അർഫാസ് ഒരു ഭയങ്കര റോംകോം ഒരു ബോളിവുഡ് സിനിമ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറയുന്നതാണ്. പക്ഷെ അർഫാസ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഭയങ്കര ഒരു 100% ഒരു ക്യൂരിയോസിറ്റി തരുന്നൊരു ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്താണ് അതിൻ്റെ ജോണർ എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം ഞാനിത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു അർഫാസ് ഇത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിത് ജോഗ്രഫിക്കലി ഇതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഒരു ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു റെയിൽവേ ക്രോസിൽ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന ഒരു ആളുടെ കഥയാണ്. അതിൽ അമല പോൾ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഷറഫ് ഉണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. ട്യൂണീഷ്യയിലാണ് ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ 3 പേരാണ് ആ സിനിമയിലുള്ളൂ. അത്രേ ഉള്ളൂ. 3 മെയിൻ ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ടൈമിൽ കുറച്ച് പേര് വന്നു പോകുന്നു എന്നല്ലാതെ ഈ സിനിമ ത്രൂ ഔട്ട് 3 പേര് സെൻട്രൽ ആയിട്ട് നിങ്ങൾ 3 പേരാണ്. അതെ, അതാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നത് 2 hours 25 minutes ആണ് സിനിമയുടെ ഡ്യൂറേഷൻ. അതിൻ്റെ അകത്തൊരു 10 minutes ആണ് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി 2 hours മുഴുവൻ നമ്മൾ തന്നെയാണുള്ളത്. ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷാല്ലാ റിലീസിന് ശേഷം അറിയാം. 100%. Now I want to come back to Rorschach actually. Rorschach എന്ന സിനിമയിൽ he had absolutely ഐഡിയലി മറ്റേ സീൻസിൽ നിൽക്കാന്നല്ലാണ്ട് ഒരു ക്യാരക്ടർ സോളിഡ് ക്യാരക്ടറായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഐ റിമെമ്പർ ദാറ്റ് വെരി ഫസ്റ്റ് സീൻ, ആസിഫിന്റെ കണ്ണ് മാത്രം കാണുന്ന ഒരു സീൻ. ഇമ്മീഡിയറ്റ്ലി ഐ കുഡ് ഹിയർ ഫ്രം ദി ഓഡിയൻസ് അത് ആസിഫാണ്. നോബഡി ന്യൂ ആസിഫ് അലി എന്നൊരു കഥാപാത്രം ഈ സിനിമയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ ആർക്കും അറിയില്ലായിരുന്നു. ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ശരിക്കും ആസിഫിൻ്റെ അടുത്തേക്ക് വന്നത്? ബിക്കോസ് യു ഡോണ്ട് ഹാവ് ഒരു ഡയലോഗ് ഒന്നും ഇല്ലാത്ത റോളാണ്, പക്ഷേ യു ആർ വെരി ഹാപ്പി ടു ടേക്ക് ദാറ്റ് റോൾ. ഹൗ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സുഹൃത്തുക്കളുടെ കൂടെ സിനിമ ചെയ്യണം, സിനിമ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ലൈഫിലെ എൻ്റെ കരിയറിലെ ഏറ്റവും ആളുകൾ സംസാരിക്കപ്പെട്ടൊരു സിനിമയാണ് കെട്ടിയുള്ള മാലാഖ. അപ്പോൾ അതിൻ്റെ സംവിധായകൻ എന്നെ നിസാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മച്ചാനെ ഒരു സബ്ജക്റ്റ് പറയാനുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്ന് സബ്ജക്റ്റ് പറഞ്ഞ് ഫുൾ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഓ ഈ ക്യാരക്ടറാണോ? അപ്പോൾ അല്ലല്ല അത് മമ്മൂട്ടിയാണ്. അതാണ്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ എന്നോട് പറയുന്നത് ദിലീപിന്റെ കഥ. അത് ഞാൻ ദിലീപ് സിനിമയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദിലീപ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ഡിസ്കഷനിലും പ്ലാനിങ്ങിലും ഒക്കെ അതൊരു ബോഡി ഡബിളിനെയോ റാൻഡം ആയിട്ട് ഒരാളെ, കാര്യം മാസ്ക് വെച്ചിട്ടാണ് ഫുൾ വരുന്നത്, കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് സംസാരിക്കും നിസാമിന് ഹി വാണ്ടഡ് അതിൻ്റെ അകത്തൊരു ഐഡന്റിറ്റി ആ ക്യാരക്ടറിന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനും ഇത് ഇത്രയും ശ്രദ്ധിക്കപ്പെടും എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം നിസാമിനുള്ളൊരു ക്യൂരിയോസിറ്റി ആ ക്യാരക്ടറിൽ, കണ്ണ് മാത്രം കാണുന്ന ഒരു ക്യാരക്ടറൈസേഷൻ എന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത്. പിന്നെ ടോം ഹാർഡിയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. അദ്ദേഹം ബാറ്റ്മാൻ ചെയ്ത ഒരു ക്യാരക്ടറുണ്ട് ബെയിൻ. അപ്പൊ അത് ഞാൻ കമ്പാരിസൺ ആയിട്ടൊന്നും പറയണല്ല, പക്ഷെ എനിക്ക് എൻ്റെ ഒരു ട്രിബ്യൂട്ട് ഡയലോഗ് ഉണ്ടായിരുന്നു അഗെയിൻ. പക്ഷെ എനിക്കൊരു ട്രിബ്യൂട്ടായിട്ട് അത് അങ്ങനെ ഫീൽ ചെയ്ത് അപ്പൊ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒറ്റ തീരുമാനത്തിലൂടെ എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ സിനിമ റിലീസായി മേ ബി ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീക്കൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്റർ റിലീസിലൂടെ ആ ക്യാരക്ടർ ആസിഫ് അലി ആയിരുന്നു എന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പോസ്റ്റർ റിലീസ് ചെയ്യുമ്പോഴായിരിക്കും ആളുകൾ എന്നെ തിരിച്ചറിയുക എന്നാണ് ഞാൻ സത്യമായിട്ടും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ടീസർ വന്ന സമയത്ത് 3 ഷോട്ടാണ് ആ ടീസറിൽ എനിക്ക് ഉണ്ടായിരുന്നത്. ആ ടീസറിന്റെ ഇടയിൽ മാസ്കിൽ എന്നെ കണ്ടിട്ട് മലയാളികൾ എന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അപ്രിസിയേഷൻ അല്ലേ. അത് എന്തൊരു ഭാഗ്യമാണ്. എന്നെ അപ്പൊ എന്നെ എന്തോരം പേര് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ എത്ര പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. വലിയ ആ ഒരു തിരിച്ചറിവായിരുന്നു എനിക്ക് ആ ഒറ്റ ക്യാരക്ടർ. ആ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്കാക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടിയ ഒരു സിനിമയാണത്. തീർച്ചയായിട്ടും. അല്ല, ദാറ്റ്സ് വാട്ട് ഐ എക്സാക്ട്ലി സെഡ് കുറച്ച് മുന്നേ. കണ്ണിലൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഐ പേഴ്സണലി, നോട്ട് ബിക്കോസ് ഐ എം എ ഫാൻ, ജസ്റ്റ് എ ഫാൻ. എനിക്ക് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പറഞ്ഞ തലവേദന എടുത്തിട്ടാ ഞാൻ ഇപ്പൊ കണ്ണാടി വെച്ചത്. No, I've seriously really felt that in you and I'm really happy about it actually. ആസിഫിന് വേറൊരു സംഭവം എന്താണെന്ന് പറയും. ഇപ്പം ഐ ഡു എ റിക്വസ്റ്റ് ഷോ ഓൺ മൈ ഷോ. ഒട്ടുമിക്ക എല്ലാ പാട്ടുകളുടെ റിക്വസ്റ്റ് വരുന്നത് ആസിഫിന്റെ പാട്ടുകളാണ്. And I've always felt that ഇപ്പം പണ്ട് എല്ലാവരും പറയും മോഹൻലാൽ is very blessed to have some of the best songs. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ദിലീപ് വന്നു, പിന്നെ ആരും വന്നില്ല. പിന്നെ ഏറ്റവും ബെസ്റ്റ് സോങ്സ്, ഇഫ് യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്, മലയാളികളുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റ് സോങ്സ് ഉള്ളത്, ബ്ലെസ്ഡ് വിത്ത് ദ ബെസ്റ്റ് സോങ്സ്, ഇറ്റ്സ് യു.
ഒരു സമയം വരെ ഇപ്പൊ കുറെ ആയി എനിക്കൊരു നല്ല പാട്ട് കിട്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എനിക്ക് ഇത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അഞ്ജന പറഞ്ഞ പോലെ നല്ല പാട്ടുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പൊ എനിക്ക് തന്നെ പേഴ്സണലി ഞാൻ അഭിനയിച്ച കുറേ പാട്ടുകൾ ഇപ്പം എൻ്റെ ആദ്യത്തെ എന്താ പറയാ ഒരു ഡ്യുവറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലവ് സോങ് എന്ന് പറയുന്നത് ഞാനും മമതയും കൂടെ അഭിനയിച്ച ആരോ പാടുന്നു ദൂരെ എന്നുള്ള പാട്ടാണ്. അതിനുശേഷം ഞങ്ങള് കോഹിനൂർ ചെയ്യുന്ന സമയത്ത് ഹേമന്തം, അത് ഒരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. എന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്. സൺഡേ ഹോളിഡേ സിനിമയിലും ഇഷ്ടം പോലെ ജിസ്ജോയുടെ എല്ലാ സിനിമയിലും എനിക്കൊരു നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പാട്ടുകൾ എപ്പോഴും ബാച്ചിലർ പാർട്ടി ആസ് എ മൂവി ഈവൻ ദോ ഇറ്റ് ഡിഡ് ഡു വെൽ അറ്റ് ഓൾ, സിനിമയിലെ പാട്ടുകൾ, രാഹുൽ രാജിന്റെ പാട്ടുകൾ റിയലി സ്കോർഡ്. എനിക്ക് ഒരു വലിയ ആക്ച്വലി ആ സമയത്ത് ആസിഫ് അലിക്ക് ഭയങ്കര ക്രഷ് ആയിരുന്നു. കാരണം ലെൻസ് ഒക്കെ വെച്ച് മുടിയൊക്കെ നീട്ടി വന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ആ ഒരു കാലഘട്ടം. ഞാൻ ആരോടും പറഞ്ഞില്ലെന്ന് വിളിപ്പോൾ ഐ വാസ് ലൈക്ക് വൗ. എനിക്ക് പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ഡ്രൈവിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഒരു അഡീഷൻ എന്ന് പറയുന്നത് നല്ല പാട്ടുകളാണ്. അപ്പൊ സ്വന്തം പാട്ട് കേട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആസിഫ് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ അടുത്ത് വരുന്ന സിനിമകൾ ഓൾമോസ്റ്റ് എവറിത്തിങ് ഹാസ് എ പാർട്ട് 2? എല്ലാം ഈ മിഥുൻ മാനുവൽ, ഇബ്രാഹിം ഓസ്ലർ ഹാസ് എ പാർട്ട് 2, ഇപ്പൊ ഇറങ്ങിയ സിനിമകൾക്ക് ഹാസ് എ പാർട്ട് 2. ആൻഡ് ഐ ഫീൽ ലൈക്ക് ആസിഫിന്റെ ഒരു സിനിമയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഹണി ബി 2 എന്ന സിനിമയാണ് തുടക്കം. അതുവരെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് ഡസ്, ഓക്കെ, ഇപ്പം രാവണ പ്രഭു എന്ന സിനിമ കെയിം ആസ് എ പാർട്ട് 2, പക്ഷെ ഇറ്റ് കെയിം ആസ് എൻ ഇൻഡിപെൻഡന്റ് മൂവി. ഹണി ബി നിങ്ങളിപ്പോൾ പാർട്ട് 2 എന്നാണ് റിലീസ് ചെയ്തത്. ബട്ട് ഡു യു തിങ്ക് ഈ പറയുന്ന സിനിമകൾക്ക്, എസ്പെഷ്യലി സസ്പെൻസിൽ ലീവ് ചെയ്യുന്ന സിനിമകൾക്ക്, ഡസ് ഇറ്റ് റിയലി നീഡ് എ പാർട്ട് 2? Or should you just leave the audience in suspense? എപ്പോഴും അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അത് ഈ പാർട്ട് 2 ചെയ്യുമ്പോൾ നിരത്തി പാട്ടുകളാണ്, അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി കൺഫ്യൂസിംഗ് ടു ലുക്ക്. പാർട്ട് 2 ചെയ്യുന്ന സമയത്ത് ഈ പാർട്ട് 2 ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എപ്പോഴും നമ്മളൊരു നല്ല സിനിമ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ചാലഞ്ചും അത് തന്നെയാണ്. നമ്മൾ ചെയ്ത ഫസ്റ്റ് പാർട്ടിൻ്റെ മുകളിലായിരിക്കണം സെക്കൻഡ് പാർട്ട് വരേണ്ടത്. ഇപ്പൊ തലവന് ഞങ്ങള് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവുക. ഇൻഫാക്ട് അത് അങ്ങനെയാണ് അതിൻ്റെ അവസാനം എത്തിയിരിക്കുന്നത്. പക്ഷെ ജിസ് ചെയ്ത ഒരു ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ പ്ലാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ ടെയിലൻഡ് കഴിഞ്ഞതിന് ശേഷം തലവൻ 2 എന്ന് എഴുതി കാണിക്കണം എന്നായിരുന്നു. അപ്പൊ ജിസ് എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ ഒരു ഓപ്പൺ എൻഡിങ് ആയിട്ട് വിടാം, ആളുകൾ ചോദിക്കട്ടെ, അവര് ഡിസ്കസ് ചെയ്യട്ടെ, അവര് ചോദിക്കട്ടെ ഇതിനൊരു പാർട്ട് 2 ഉണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ, അവര് ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം അതാണ്. ഈ സിനിമ കഴിഞ്ഞതിന് ഏറ്റവും കിട്ടിയ കോൾസിൽ ആളുകൾ ചോദിക്കുന്നത് ഇതിന്റെ പാർട്ട് 2 ഉണ്ടാവുമല്ലേ എന്നുള്ളതാണ്. ഞാൻ ജിസിനോട് ചോദിക്കുന്നുണ്ടോ ഉണ്ടോ എന്ന്. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. I was really happy having you. Just last and final, I'm not going to take too much of your time. I just wanted to ask you one last thing. Not to put it very controversially actually. പക്ഷേ I think February എന്ന മാസം, February or March, I don't remember. പക്ഷേ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും, പിന്നെ പ്രേമലു, ബ്രഹ്മയുഗം പോലത്തെ സിനിമകളൊക്കെ വന്ന്, ആൻഡ് അന്വേഷിപ്പിൻ കണ്ടെത്തും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. ആൻഡ് I genuinely absolutely loved the movie. പക്ഷേ I feel like ആ സിനിമ sort of got masked in between the whole 80 crore, 100 crore, 150 crore. ആ ഒരു മെസ്സിൽ ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് ആയി. അതുകൊണ്ടാണ് ചിലപ്പോൾ മേ ബി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ടത് കാണാഞ്ഞത്. യുവർ മൂവി റിലീസ്ഡ് വിത്ത് വൺ ഓഫ് ദ മേജർ മൂവീസ് ആസ് വെൽ. ടർബോൻ്റെ കൂടെയാണ് റിലീസ് ചെയ്തത്. നിങ്ങൾ അതിലൊരു റിസ്ക് ഫാക്ടർ കണ്ടിരുന്നു, ദാറ്റ് ഓക്കെ മമ്മൂക്കയുടെ സിനിമയാണ് റിലീസാകാൻ പോകുന്നതെന്നൊക്കെയുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു? ഉറപ്പായിട്ടും അതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് റിസ്ക് ഫാക്ടറിനേക്കാൾ ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് മമ്മൂക്കാട് ഒരു സിനിമ. അത് ടർബോ പോലത്തെ ഒരു മാസ് സിനിമ കാണാൻ, പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ ആളുകൾ ഇതും കൂടെ കണ്ടിട്ട് വെക്കേഷൻ കഴിയട്ടെ എന്നുള്ളതിലേക്കാണ് ആളുകൾ ഒബ്വിയസ്ലി എത്തുക. അപ്പൊ അതൊരു സീസൺ തുടങ്ങുന്നതാണ്. ഇപ്പൊ നമ്മൾ അക്ഷയ തൃതീയക്ക് മറ്റേ സ്വർണം എടുക്കാൻ പോകണം എന്ന് പറയുന്ന പോലെയാണ് ഒരു മമ്മൂക്ക മോഹൻലാൽ സിനിമ വരുന്ന സമയത്ത് പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ പോയി കാണും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ട്രെൻഡ് സെറ്ററായി മാറും. തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം ആളുകൾക്ക് വരും. അപ്പൊ അതിന്റെ കൂടെ
വളരും നമ്മുടെ സിനിമയും. അപ്പോൾ അതായിരുന്നു നമ്മൾ കണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു സിനിമ ഇല്ലാത്തപ്പോൾ ഒരു സിനിമ കൊണ്ട് തിയേറ്ററിൽ ഇറക്കുന്നതിനേക്കാൾ നല്ലത് ഇത്രയും സിനിമകളുടെ ഇടയിൽ, കാര്യം നമ്മുടെ കണ്ടന്റിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ചെയ്ത സിനിമയിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു മോശം പ്രൊഡക്റ്റ് അല്ല അവിടെ കൊണ്ടുവന്നത്. ആ സീസണിൽ ആ ഒരു ട്രെൻഡിന്റെ കൂടെ നമ്മുടെ സിനിമയും കൂടെ വരുമ്പോൾ ആളുകൾ വന്ന് കാണും. നാച്ചുറലി ഇത് അബ്സോർബ് ചെയ്തോളൂ. എന്തായാലും ഐ ടുക്ക് ക്വൈറ്റ് സം ടൈം ഓഫ് ആസിഫ് and I was so happy. എനിക്ക് മനസ്സിലുണ്ടായിരുന്ന എല്ലാം ഞാൻ ചോദിച്ചു കഴിഞ്ഞു. As a fan girl and even as an interviewer I've asked you everything that I wanted to. എനിക്ക് പല സംഭവങ്ങളും എന്തെങ്കിലും ആസിഫിനെ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു. And I've asked everything. Thank you so much Asif for joining me on Dil Se 90.8. Thank you so much. I'm so honored. Thank you so much. Thank you. 90.8 Dil Se FM.